FCRA ചട്ട ഭേദഗതിക്കെതിരെ ഓർത്തഡോക്സ് സഭ. FCRA അക്കൗണ്ട് ഉടമകളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ആവശ്യപ്പെടുന്നത് സംശയാസ്പദമാണ് എന്ന് വിമർശനം. പബ്ലിക്കേഷനുകളുടെ വിവരങ്ങൾ ചോദിക്കുന്നത് മൗലികാവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഓർത്തഡോക്സ് സഭ കുറ്റപ്പെടുത്തുന്നു. വിദേശ സംഭാവന നിയമത്തിലെ പുതിയ ചട്ട ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ. CBCIയും നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയും 28-ന് രാജ്യവ്യാപകമായി പ്രാർത്ഥനാ ദിനം ആചരിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആശങ്ക അറിയിക്കാൻ അവസരം തേടിയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കാണാം. എന്തായാലും FCRA ഉത്തരവിനെതിരെ പല രൂക്ഷ വിമർശനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് നിയമ ഭേദഗതി വരുന്നതിനെതിരെ സഭകൾ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ അത്രത്തോളം ശക്തിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ചില വിമർശനങ്ങൾ സഭ ഉന്നയിക്കുന്നു. ഒന്ന്, ഈ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ, അതായത് ഈ FCRA ഉടമകളുടെ ഈ അക്കൗണ്ടുകൾ നൽകണം എന്നത് അത് സംശയാസ്പദമാണ് എന്ന് ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പബ്ലിക്കേഷനുകൾ, ഇപ്പോൾ സഭയാണെങ്കിൽ അവരുടെ പബ്ലിക്കേഷനുകളൊക്കെ വിവരങ്ങൾ നൽകണം എന്നൊക്കെ പറയുന്നത് അതും മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള ലംഘനമാണ് എന്നാണ് ഓർത്തഡോക്സ് സഭ ആരോപിക്കുന്നത്. ഈ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ ഓഡിറ്റ് ചെയ്യുന്നതിന് സമാനമാണ്. അതായത് ഇതിൻ്റെ അക്കൗണ്ട് പണം എങ്ങനെ നൽകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക്, പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ നിലപാടുകൾ പരിശോധിക്കുന്നത് ശരിയല്ല എന്നാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. അതേപോലെ തന്നെ സാങ്കേതിക പിഴവുകളൊക്കെ ഉണ്ടായാൽ അതിന് വലിയ തുക പിഴവായി ഈടാക്കുന്നതും അംഗീകരിക്കാൻ ഇത്തരം പ്രസ്ഥാനങ്ങളെ തളർത്തുന്നതിന് തുല്യമാണ്. ഫലത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഒരു കൂച്ചുവിലങ്ങിടുന്നതിന് സമാനമാണ് ഈ ഒരു ഉത്തരവ് എന്നാണ് പറയുന്നത്. ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.